Life jacket will come like this. You lay down on this position. No need to tight too much, no need to loose too much. നമ്മളിവിടെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കറ്റാമാരൻ സെയിലിംഗ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. സോ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പേടിയൊക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ നമ്മുടെ ലൈഫ് ജാക്കറ്റൊക്കെ നന്നായിട്ട് ടൈറ്റൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കറ്റാമാരൻ സെയിലിംഗ് എന്നാണ് സംഭവം, സെയിലിങ്ങിൻ്റെ പേര് കേട്ടോ, കറ്റാമാരൻ സെയിലിംഗ് എന്നല്ലേ. സോ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവാണ്. സോ നമ്മളെല്ലാം ജാക്കറ്റൊക്കെ ഇട്ട് പ്രിപ്പയർഡായിട്ട് ഇരിപ്പുണ്ട്. So, if you're scared to swim, okay? No need to be scared. Because of this thing, the life jacket itself, it's floating. It will float. If you get panic, then you will be drinking water. You lay down on this position. You will be safe. Yeah, no need to move. Just lay down like this. Then it's okay. Okay. Yeah, really, this is very good floating device for human. And make sure that you wear the life jacket as tight, comfortable tight. No need to tight too much, no need to loose too much. Sometimes the life jacket, while you are in the water, the life jacket will come like this, Then you have to pull it down and relax. Okay, it's very uncomfortable if it is here. Then you make tight little bit, then it will be okay. Perfect. Turn around and put your legs. Yeah, if you want more support, you can hold it. And we have to balance both sides. You can right side. Okay? Yeah. Here, it's better to sit. Male and female can sit behind you. Okay? But we have to put this in the water. After that, you will. അടിപൊളി സ്പീഡ് കേട്ടോ. അയ്യോ, അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദൂരം എത്തി. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഡെപ്തൊക്കെ കഴിഞ്ഞു. അല്ല, ഡെപ്തല്ല,
ഡെപ്തിലേക്ക് പോവുകയാണ്. ആക്ച്വലി ഇതൊന്നും ഇല്ല, മോട്ടറും കാര്യങ്ങളും ഒന്നും കൊണ്ടിട്ടല്ലത് വർക്ക് ചെയ്യുന്നത്. ഒക്കെ നമ്മുടെ ആ ഒരു വിൻഡിൻ്റെ ആ ഒരു ഫ്ലോ അനുസരിച്ചിട്ടാണ് ഇതിനെ മൂവ് ചെയ്യുന്നത്. അത് പിന്നെ മൂവ്മെന്റ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ഇത് വെച്ചാൽ നമ്മൾ ആ ലീഫ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് മൂവ്മെന്റ് ചെയ്യും. അടിപൊളിയാണ്, ക്ലിയറാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ്. അത്യാവശ്യം നന്നായിട്ട് മൂവ് ചെയ്യുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് കൊള്ളാം. ഒരു സ്ലോ ആയിട്ടാണ് ഇവിടെ പോകാറ്, ഫാസ്റ്റ് എന്നൊക്കെ ഇട്ടപ്പോഴത്തേക്കും പേടിച്ചു. നമുക്ക് അതിൻ്റെ പക്ഷെ അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങളൊക്കെ ഇവിടെ മൈൽസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ട്രൈ ചെയ്യട്ടോ. അടിപൊളി വർക്കാണ്. പിന്നെ നമ്മളിപ്പോൾ ഒരു സാൻഡ് ബാങ്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞാൽ അങ്ങോട്ട് എത്തുമെന്ന് അറിയത്തില്ല, മാക്സിമം ട്രൈ ചെയ്യാം. വിൻഡിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് വിൻഡിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ ആ ഒരു മൂവ്മെൻ്റ് നന്നായിട്ടുണ്ടെങ്കിൽ ആണെങ്കിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം അല്ലേ. കാണുന്നതൊക്കെ കോറൽ പീസസ് ആണ്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു നമ്മുടെ അടുത്ത് പതുക്കെ നടക്കുക, കാരണം ഇതിങ്ങനെ ചവിട്ടിയാൽ നമുക്ക് കാല് വേദന എടുക്കും. കുറച്ചൊക്കെ നല്ല ഷാർപ്പ് എഡ്ജസ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ സാൻഡ് ബാങ്കിൽ വന്നു, അത്യാവശ്യം പിഞ്ചുള്ളതുകൊണ്ട് കുഴപ്പമില്ലല്ലേ, സ്ലോ ആയിട്ടാണല്ലേ വന്നത്. പക്ഷേ അടിപൊളിയാണ്. പക്ഷേ ഇവിടുത്തെ ആ ഒരു വ്യൂ കിട്ടണമെങ്കിൽ ഡ്രോൺ പോലത്തെ എന്തെങ്കിലുമൊക്കെ വേണം, എന്നാലും അടിപൊളി വ്യൂസ് കിട്ടുള്ളൂ അല്ലേ. പക്ഷേ അടിപൊളി സ്ഥലം, എന്താ പറയാ, ചുറ്റും വെള്ളവും നടുക്ക് കുറച്ച് ഭൂമി, അടിപൊളി, ഭയങ്കര അടിപൊളി അല്ലേ കാണാൻ. പക്ഷെ കാല് കുറച്ച് വേദന എടുക്കുന്നുണ്ട്. ഒരു വേറൊരു എക്സ്പീരിയൻസ്. കംപ്ലീറ്റ്ലി വിൻഡിലാണ് ആ സാധനം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വിൻഡിൻ്റെ ആ ഒരു ശക്തി കുറഞ്ഞാൽ അതിനനുസരിച്ച് സ്ലോയിലേ പോകുള്ളൂ. ഇപ്പോൾ ശക്തി ഉണ്ടെങ്കിൽ ഭയങ്കര സ്പീഡിൽ പോകും. പക്ഷെ കൊള്ളാം. എനിവേ നമ്മൾ ഫൈനലി ഇവിടെ എത്തി, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. കുറേ ഉണ്ട് ഇവിടെ, എവിടെ നോക്കിയാൽ ഈ സാധനമാണ്. പല വെറൈറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. ഞണ്ട് അത് പേടിക്കുന്നതാണോ? കഴിഞ്ഞു അത് പേടിച്ചിട്ടാവും ബാക്കിലേക്ക് പോകുന്നത്. നിന്നു. Yes, no, I'm turning. We have to go a little bit far.